ഇന്ന് കാണിക്കുന്നത് ചുരിദാറിൻ്റെ നെക്ക് അളവെടുക്കുന്നതും മാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസൈൻ വരയ്ക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ അളവെടുക്കുന്ന ചുരിദാറിൻ്റെ നെക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കണം. നമ്മൾ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. ഫ്രണ്ട് നെക്ക് മുൻപിൽ വരുന്ന രീതിയിൽ വേണം മടക്കി വെക്കാനായിട്ട്. ഇനി നമുക്കതിൻ്റെ അളവെടുത്ത് നോക്കാം. അത് നമ്മളിതാ ഈ ഒരു ഭാഗം, അതായത് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗവും ഫ്രണ്ടിലെ നെക്ക് എത്ര നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് അത്രയും ആ ഒരു ഇറക്കവും കൂടെ എടുക്കുക. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 4 ഇഞ്ച്. നമുക്കതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ നീളം എത്രയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണല്ലോ മടക്കി വെച്ചിട്ടുള്ളത്, അതായത് പകുതിക്ക് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അതായത് 3.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ലെങ്ത്ത്, അതായത് ഷോൾഡറിൽ നിന്ന് നെക്കിലേക്കുള്ള നെക്കിൻ്റെ പകുതി വരെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ടോട്ടൽ നമുക്ക് നെക്ക് വരുന്നത് 7 ഇഞ്ചായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ 3.5 ഇഞ്ച്. നമുക്ക് ഈ തുണിയിൽ എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ട ഡിസൈൻ, അതായത് യു നെക്കാണോ വി നെക്കാണോ എങ്ങനെയാണ് വരയ്ക്കുന്നതും കൂടെ കാണിക്കാം. അതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാർക്കിങ്ങുകളൊക്കെ ഈ തുണിയിലേക്ക് പകർത്തണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് വിട്ടിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അളവെടുക്കുന്നത്. സെൻറ്റർ നമ്മൾ നേരത്തെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, വിരൽ വെച്ച് പ്രസ് ചെയ്തിട്ട്, അവിടെ നിന്നാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക് മാത്രം അളവുകൾ കൊടുക്കാം. 2 സൈഡിലേക്കും കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് വരണമെന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ നീളം എടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ ലൈനിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ കൂട്ടി വരച്ചെടുക്കാം. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ വീതി നോക്കിയത് 3.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 3.5 ഇഞ്ച് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ താഴെയായിട്ട് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 2 പോയിൻറ്റ്സും കൂടെ കൂട്ടി വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചായിരിക്കണം. നമ്മൾ
അതിൻ്റെ ആ ഒരു നടുക്ക് മാർക്ക് ചെയ്ത 4 ഇഞ്ചും ഈ സൈഡിലുള്ള ഇറക്കവും കറക്റ്റ് 4 ഇഞ്ചായിരിക്കണം. ഇനി ഇതിൽ വേണം നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ വരയ്ക്കാനായിട്ട്. അതായത് യൂനെക്കോ വീനെക്കോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ വരച്ചു കൊടുക്കാം ഈ ഒരു ബോക്സിൽ. അപ്പം ഞാനൊരു യൂനെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് സ്കെയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും വരച്ചു കൊടുക്കാം. നമ്മുടെ എന്ത് ഡിസൈനാണോ വേണത് അതിനനുസരിച്ച് വരച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ നെക്ക് വരച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മറുഭാഗത്തും കൂടെ ഇതേ അളവിൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തുണിയൊന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേ ലൈനിൽ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ മടക്കിയിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ഒരു ഭാഗത്ത് വരച്ചിട്ടുള്ള ആ നെക്കിൻ്റെ അതേ മാർക്കിംഗ് ഒക്കെ മറുഭാഗത്തും കൂടെ വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട്ടിയിൽ വരച്ചു കൊടുക്കണം ആദ്യം. കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു ഭാഗത്തും കൂടെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ വരച്ച ഷേപ്പ് അതുപോലെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതുപോലത്തെ ചോക്ക് വെച്ചിട്ട് കട്ടി കൂട്ടിയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഡിസൈനുകളും വരച്ചു കൊടുക്കാം. ഏത് ഷേപ്പ് നെക്കായാലും നമുക്ക് കറക്റ്റ് അളവ് തെറ്റാതെ ഡിസൈന് മാറാതെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.